അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുനിയിൽ അൻവാറുൽ ഇസ്ലാം അറബിക് കോളേജ് IQAC ആൻഡ് IT ടീം പുറത്തിറക്കുന്ന അദ്ദുറർ അൽ ലുഗവിയ്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ഭാഷാസ്നേഹികൾക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ നാം പരിചയപ്പെടുന്നത് ജമ്മു മുദക്കർ സാലിമിനെ കുറിച്ചാണ്. എന്താണ് ജമ്മു എന്നും ജമ്മിൻ്റെ ഇനങ്ങളെക്കുറിച്ചുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉദാഹരണങ്ങളിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ജമ്മു മുദക്കർ സാലിം എന്താണെന്നും അതിൻ്റെ ഇഅ്റാബ് എന്താണ് എന്നും നമുക്ക് പരിചയപ്പെടാം. മുഫ്രദ് മുദക്കർ, അതായത് പുല്ലിംഗ ഏകവചനത്തിൽ നിന്നാണ് ജമ്മു മുദക്കർ സാലിം ഉണ്ടാക്കപ്പെടുന്നത്. ഉദാഹരണത്തിന് മുസ്ലിമുൻ. ഈ പദത്തിൻ്റെ അവസാനത്തിൽ വാവും നൂനും അല്ലെങ്കിൽ യാവും നൂനും ചേർന്ന് വന്നാൽ ആ പദം ജമ്മു മുദക്കർ സാലിമായി മാറും. എപ്പോഴാണ് വാവും നൂനും ചേർന്ന് വരിക എന്നതും യാവും നൂനും ചേർന്ന് വരിക എന്നതും മനസ്സിലാക്കിയാൽ ജമ്മു മുദക്കർ സാലിമിൻ്റെ ഇഅ്റാബ് എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഉദാഹരണങ്ങളിലേക്ക് കടക്കാം. ജാ അൽ മുസ്ലിമൂന, റഅയ്തുൽ മുസ്ലിമീന, സല്ലംതു അലൽ മുസ്ലിമീന. ഈ ഉദാഹരണങ്ങളിലെല്ലാം അവസാനമായി സംഭവിച്ചിട്ടുള്ളത് ജമ്മു മുദക്കർ സാലിമാണ്. ആദ്യത്തെ ഉദാഹരണമായ ജാ അൽ മുസ്ലിമൂന. അൽ മുസ്ലിമൂന എന്ന പദം ഫായിലാണ്. ഫായിലിന് ഇഅ്റാബ് റഫ് ആണ് എന്ന് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. റഫിൻ്റെ അടയാളമായ ലമ്മത്ത് കൊണ്ടല്ല ഇവിടെ റഫ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, മറിച്ച് വാവ് കൊണ്ടാണ്. അൽ മുസ്ലിമൂന ജമ്മു മുദക്കർ സാലിം റഫ് ചെയ്തിട്ടുള്ളത് വാവ് കൊണ്ടാണ് എന്ന് ചുരുക്കം. രണ്ടാമത്തെ ഉദാഹരണം റഅയ്തുൽ മുസ്ലിമീന. അൽ മുസ്ലിമീന എന്ന പദം മഫ്ഊലിൻ്റെ സ്ഥാനത്താണ് സംഭവിച്ചിട്ടുള്ളത്. മഫ്ഊലിൻ്റെ ഇഅ്റാബ് നസ്ബാണ് എന്ന് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ നസ്ബിൻ്റെ അടയാളമായ ഫതഹത്ത് കൊണ്ടല്ല ഇവിടെ ജമ്മു മുദക്കർ സാലിമിന് ഇഅ്റാബ് ചെയ്തിട്ടുള്ളത്, മറിച്ച് യാ കൊണ്ടാണ്. റഅയ്തുൽ മുസ്ലിമീന. മൂന്നാമത്തെ ഉദാഹരണമായ സല്ലംതു അലൽ മുസ്ലിമീന. ഈ ഉദാഹരണത്തിലെ അൽ മുസ്ലിമീന എന്ന പദം ജറ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇവിടെ ജറിൻ്റെ അടയാളമായ കസ്റത്ത് കൊണ്ടല്ല ജറ് ചെയ്തിട്ടുള്ളത്, മറിച്ച് യാ കൊണ്ടാണ്. അപ്പോൾ ജമ്മു മുദക്കർ സാലിമിന് ജറ് ചെയ്യുന്നത് യാ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ചുരുക്കത്തിൽ ജമ്മു മുദക്കർ സാലിമിന് റഫ് ചെയ്യുന്നത് വാവ് കൊണ്ടും നസ്ബും ജറും ചെയ്യുന്നത് യാ കൊണ്ടുമാണ്.